ടീച്ചറെ. ഓ നിങ്ങൾ വന്നാവാ. ആച്ചൂട്ടിന് ഷാനു വന്നവരായിനി. ഞാനാ പറഞ്ഞെന്ന് പറയാ ടീച്ചറെ, അവരാടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതെയാ, എന്നാ പിന്നെ നിങ്ങൾ ബുക്കെല്ലാം എടുത്തു നോക്ക്. ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു അൻവിയെ? കുഴപ്പമില്ല, നല്ല പരീക്ഷയാണ് ടീച്ചറെ. പഠിച്ചവർക്ക് നല്ല പരീക്ഷയാണ് ടീച്ചറെ. എല്ലാരും ഒന്നാ യാദവേ, നിന്നെ പോലെയാ പഠിക്കാണ്ട്? യാദവേ, നീ വലിയ പരിഹസിക്കുന്നുണ്ടല്ലോ. എക്സാമിനേഷന്റെ സ്പെല്ലിംഗ് പറ. നീ ഒരു 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കോട്ടാ. ടീച്ചറെ 50 പ്രാവശ്യ? അൻവി അൻസിയും കണക്കിന്റെ പുസ്തകം എടുത്തോക്ക്. യാദവിനോട് ഇന്നലെ 1-ാം ലോക മഹായുദ്ധത്തിനെ പറ്റി പഠിച്ചു വരാൻ പറഞ്ഞു, പഠിച്ചില്ലേ? 1-ാം ലോക മഹായുദ്ധം നടക്കുമ്പോ ഞാൻ ജീവിച്ചിരിപ്പില്ല. ഞാൻ പിള്ളേരുള്ള യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞാ വയ്യ. നാളത്തെ എക്സാമിന് ഇന്നത്തെ യുദ്ധത്തിനെ പറ്റി വരൂല കേട്ടാ യാദവേ. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റൂല അല്ലേ? ഇപ്പോഴത്തെ യുദ്ധത്തിനെ പറ്റിയിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഗ്യാസ് വരെ കിട്ടുന്നില്ലല്ലോ. ടീച്ചറെ, ഗ്യാസിനെ പറ്റി പറഞ്ഞുതരാം, ഓർമ്മ വന്ന്. അന്യ നേരത്തെ വിടണേ, അനക്ക് റേഷൻ പിടിയെ പോണു. അതെന്തിനാ നീ പോകുന്നത്? നിന്റെ അച്ഛനും അമ്മയും പോവില്ല റേഷൻ കടയില്? ആ മിഷ്യന്റെ മുകളിൽ അന്റെ വിരലേ പതിയുന്നില്ലു, അച്ഛന്റെ അമ്മേന്റെ വിരലൊന്നും പതിയുന്നില്ല. ടീച്ചറെ, ഈ ട്യൂഷൻ സെന്റർ ഗവൺമെന്റ് അംഗീകൃതാക്കാൻ പറ്റുവാ? എന്തിനാ? അതാവുമ്പോ മാസത്തില് ഫീസ് തരണ്ടല്ലോ. ഞാൻ അൻവിയോടും അൻസിയോടും ഒരു ചോദ്യം ചോദിക്കാം. ഇന്നലെ നിങ്ങളെ അച്ഛൻ വരുമ്പോ 15 മാമ്പഴം കൊണ്ടുവന്ന്, അതില് 4 യാദവിനും കൊടുത്ത് 3 വെച്ച് അൻവിയേക്കും അൻസിയേക്കും തന്നെ. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കിയൊന്നും ഉണ്ടാവില്ല ടീച്ചറെ. ഇവരെ അച്ഛന്റെ സ്വഭാവം ടീച്ചർക്ക് അറിയായിട്ടാ.